സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ബ്രോ, എന്തൊക്കെ വിശേഷങ്ങൾ? മില്യൺ ഡോട്ട്സ് വിശേഷങ്ങൾ, ട്രേഡിംഗ് വിശേഷങ്ങൾ എന്താ പറയണു? വീണ്ടും ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് സാറേ ട്രേഡ് ഞാൻ സ്റ്റാർട്ട് വീണ്ടും ഇപ്പൊ ജസ്റ്റ് ഇന്നിപ്പോ വർക്ക് ഒതുങ്ങിയപ്പോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഒരു ഗോൾഡ് ബ്രേക്ക് എടുത്തല്ല, ജസ്റ്റ് ഒരു $50 പരീക്ഷ ചെയ്യാൻ. അത് ജസ്റ്റ് ഒരു $350-380 ആയിട്ട് നിൽക്കുന്നുണ്ട്. $50 എന്ന് പറഞ്ഞാൽ ഏകദേശം $5,000 താഴെ. അഞ്ചിട്ടപ്പോ $52 ക്രെഡിറ്റ് ആയി. ഇപ്പൊ ഒരു $400 അടുത്ത് നിൽക്കുന്നുണ്ട്. അതായത് ഒരു എത്ര ടൈംസ് എന്ന് പറയാം നമുക്ക്? 50, 400, 8 ഇരട്ടിയാണ് ഇബ്രുവിന്റെ റെക്കോർഡ്. നമ്മുടെ നിക്സന്റെ റെക്കോർഡ് അപ്പൊ എത്രയാ? നിക്സന്റെ ഇതല്ലേ മറ്റേ $93 450 പ്ലസ് 170, 5 ഇരട്ടിയാ? അത്രേ ഉള്ളൂ, ഏകദേശം ഒരു 5 ഇരട്ടി. ഇതെങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യണത്? അതായത് $50 എത്ര ലോട്ടാണ് എടുക്കാറ് ഗോൾഡ്? എന്തായാലും നമ്മള് അനാലിസിസ് കറക്റ്റ് അനാലിസിസ് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം ഫസ്റ്റ് ട്രേഡ് ആണ് ഇതിൽ ബ്രേക്ക് ഒരു അക്കൗണ്ട് കയറ്റിയില്ല. കാരണം ഫസ്റ്റ് ട്രേഡിൽ തന്നെ 0.1 അതുപോലെ തന്നെ 0.2 രണ്ട് ലോട്ട് എടുത്തത്, മൂന്ന് ലോട്ട് എടുത്തിട്ടുണ്ടാവും. 0.1ന്റെ 3 ലോട്ട് എടുത്തിട്ടുണ്ടാവും. അതായത് 0.1 3 ലോട്ട് ഒരുമിച്ച് എടുക്കാണോ അതോ പൊസിഷൻ ബിൽഡ് ചെയ്യാണോ? 0.01ന്റെ ആദ്യം ലോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പുഷ് കിട്ടി, വീണ്ടും നമ്മൾ ജസ്റ്റ് ട്രാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് ഒരു റീടെസ്റ്റ് വരില്ലേ, അതിലാണ് പിന്നെ രണ്ടെണ്ണം ആഡ് ചെയ്ത്. ആദ്യം എടുത്തതിന് 6 to 7 സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എടുത്ത 0.02 ലോട്ടിന് 15-14 സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് SL വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് അടിച്ചാൽ തന്നെ അക്കൗണ്ട് പകുതി ആയിരുന്നു. $21-22 ലോസ് വരില്ല എന്തായാലും. പക്ഷേ ഈ രണ്ട് ട്രേഡും പ്രോഫിറ്റിലായത്. ആദ്യത്തെ 0.01 ആദ്യത്തെ ട്രേഡിന്റെ പ്രോഫിറ്റ് $10-12 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം പിന്നെ ബാലൻസ് ഉള്ള ഈ 2 ലോട്ട് ട്രേഡ് ചെയ്യാന്ന് വെച്ചു. കാരണം അഥവാ ഇത് SL ആയാൽ പോലും ക്യാപിറ്റൽ താനെങ്കില്ല. അപ്പൊ എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്തു. അത് പോയിട്ട് $52-59 പ്രോഫിറ്റ് ആണ്. സോ ആ ട്രേഡിന് അക്കൗണ്ട് ഡബിൾ ആയി. അത് കഴിഞ്ഞിട്ട് ഗോൾഡ് ഒരു സെൽ എൻട്രി വന്നിരുന്നു. നമുക്കറിയാം അത് ഏത് ചാർട്ട് അനാലിസിസ് ഏതൊരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൽ കറക്റ്റ് എനിക്ക് വെറും $9 രണ്ട് ലോട്ടിലെടുത്ത $20 SL വരും. $20 SLന് $40 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഡൗൺ സൈഡ് ട്രേഡ് ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 150 ഇല്ലേ? ഇതില് ഇപ്പോ ഈ $350 അല്ലേ? $350 ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് എത്രയാണ്? 125. ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് 125 ആണ്. അതില് സെക്കൻഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? മീൻസ് ബാക്കി എല്ലാ പ്രോഫിറ്റ് ചെറിയ ചെറിയ പ്രോഫിറ്റുകളാണോ അതോ വലിയ ഹ്യൂജ് പ്രോഫിറ്റുകളാണോ? അതുപോലെ ജസ്റ്റ് പറയാം, ഒരു 125 ഉണ്ട്, പിന്നെ ഒരു 30-20 ഉണ്ട്, പിന്നെ ഒരു 60 ഉണ്ട്, പിന്നെ ഒരു 50 ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 10%, 15% ഒക്കെയാണ് ഓരോ ട്രേഡിലും കിട്ടണത് അല്ലേ? മറ്റേ 125 ട്രേഡ് TP ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മൂവ് ചെയ്തപ്പോ അത് എന്റെ TP 129 ആയിരുന്നു. 128 വരെ മൂവ് ചെയ്തിട്ട് ഡൗൺ വന്നിട്ട് തിരിച്ചു കയറിപ്പോയി. എവിടേക്ക് മൂവ് ചെയ്തു? ഒരു 80 വരെ പോയി. അവിടെ വീണ്ടും തിരിച്ചു വന്നിട്ടാണ് TP അടിക്കുന്നത്. പിന്നെ നിക്സന്റെ ട്രേഡായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നിക്സന്റെ ട്രേഡിൽ FTMO ഓൾറെഡി ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് പാടില്ല എന്ന് പറയുന്നുണ്ട്. നിക്സനെയും വെച്ച് ഇതുപോലെ ഒരു ഇന്റർവ്യൂ എടുക്കണം. അപ്പോൾ നിക്സന്റെ ട്രേഡിൽ വലിയ പ്രോഫിറ്റുകളൊന്നും പാടില്ല. അപ്പോൾ അവന് അധികം റൈഡ് ചെയ്യില്ല, പെട്ടെന്ന് കട്ട് ചെയ്യണം. വലിയ പ്രോഫിറ്റ് വന്നാൽ അതിൽ FTMO ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്റർ ഉണ്ട്, ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ കയറിക്കൊണ്ടിരിക്കും. ആ മീറ്റർ കയറണത് റെഡ് ആവാണ്. അതായത് ഒരു ട്രേഡറുടെ മോശം ക്വാളിറ്റി കാണിക്കുന്ന പോലെ അത് പുവർ എന്നുള്ള തരത്തിലേക്കാണ് പോണത്. പക്ഷെ നമ്മൾ കുറവ് ടാർഗറ്റ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഗ്രീനിൽ നിൽക്കും. അതായത് നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ടാർഗറ്റുകളാണ് എടുക്കണമെന്നുള്ളതാണ് FTMO അങ്ങനെയാണ് കാണുന്നത്. ബിഗർ റൈഡിങ് FTMO എന്തുകൊണ്ടോ വലിയ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കോമ്പറ്റീഷണൽ ചാലഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട്, പേ ഔട്ടിലുണ്ട്. എന്താണെന്നറിയില്ല. ശരിക്കും പേ ഔട്ടിൽ നമുക്ക് കൂടുതൽ റൈഡ് ചെയ്യാൻ പറ്റണത് ലാഭമാണല്ലോ. വലിയ ട്രേഡേഴ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ പറയാറ്. പക്ഷെ FTMO എന്തുകൊണ്ടോ ആ വലിയ ട്രേഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ 50%-ക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൂട്ടയില്ല, അത് വേസ്റ്റ് ആവും.
ഇത് ഇപ്പോൾ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റുമോ? മറ്റേ അൽപ്പാരി ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ഇക്വിറ്റി കുറവും അതല്ല ഇക്വിറ്റി കുറവ് ഇല്ലല്ലോ അല്ലേ അതിൽ? അതിൻ്റെ ഇല്ല. P&L കാണിക്കാൻ പറ്റൂല്ലേ ഇതിൽ കാണിക്കാൻ പറ്റില്ല. മൊബൈലില്ല? ആ മൊബൈൽ സ്ക്രീൻഷോട്ട് അയച്ചേക്കാം. മറ്റേ ഇതൊന്ന് കാണിക്കാവോ? അനാലിസിസ് എങ്ങനെയാണ് യാ പറഞ്ഞു കൊടുത്ത പ്രശ്നമില്ലാത്ത സ്ട്രാറ്റജികളൊക്കെ ആണെങ്കിൽ? പ്യുവർ പ്രൈസ് ആക്ഷൻ ആയിരുന്നു. നിക്സന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിക്സന്റെ സ്ട്രാറ്റജികൾ ആർക്കും അറിയില്ല, ഈ സാധനം പറഞ്ഞു കണ്ടോ? കൊടുക്കാൻ അവന് താല്പര്യമില്ല. ഇത് കണ്ടോ? ഈ ഒരു കാണുന്നില്ലേ? ഉം, ഈ ഒരു സ്പൈക്ക് കണ്ടോ മാർക്കറ്റില്? ഉം. ഈ ഒരു സ്പൈക്ക് ഇവന്റെ ട്രംപ് 15 മിനിറ്റിന്റെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഉള്ള മൂവി ഇതാണിത്. ആ ആ ആ ആ അപ്പോൾ ജസ്റ്റ് ഇനി ഇവിടുന്ന് ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ അപ്സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യും. അതുപോലെ 4 ഹവറിൽ അടുത്തൊരു ബെയറിഷ് മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൈ പ്രോബിലിറ്റി ഉണ്ട് ഈ ലെവൽ വരെ. ഫ്ലിപ്പ് സോൺ അല്ലേ? ആ ഓക്കെ ആണല്ലോ? യെസ്. 13 വീണ്ടും വരാം. ഇപ്പൊ ഇതിൽ അടുത്തൊരു കോൺട്രസ്റ്റ് മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോയി മാർക്കറ്റ് ഇതൊരു ചെറിയൊരു ട്രെൻഡ് ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. ചെറിയൊരു ക്യാരക്ടർ ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ലെവലിൽ നിന്ന് ഞാൻ സ്ട്രോങ് ബൈങ് നോക്കിയില്ല. ഇവിടുന്ന് 4100 ഞാനൊരു സ്ട്രോങ് ബൈങ് നോക്കിയില്ലായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അതിന്റെ റീസൺ എന്തായിരിക്കും? OB മാത്രമല്ല, അത് നമുക്ക് ഡേ ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു കീ നല്ലൊരു സോൺ അല്ലത്. പ്രീവിയസ് സപ്പോർട്ട് അല്ലേ ഈ ഒരു സോണ്? ഇവിടെ ഇത്രയും ഒരു ഭയങ്കര ഫുൾ അപ്സൈഡ് പോയതല്ലേ? അതെ, 2025 അല്ലേ? 26 ഓക്കെ 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 ഓക്കെ. ലോങ് ടൈം കീ ലെവലും OB ഉണ്ട്. അതെ. അപ്പൊ ആ ലെവലിലേക്ക് വന്ന ഒരു ബൈ നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഡൗൺ സൈഡ് വന്നു. ഇവിടുന്ന് മാർക്കറ്റ് കണ്ടോ? ഇതിങ്ങനെ താഴേക്ക് പോകണം. പക്ഷെ ഇവിടെ റൗണ്ട് നമ്പർ ആണല്ലേ? അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് കണ്ടോ? ഇതിലൊരു ഫെയിൽഡ് ലോ സംഭവിച്ചു. ഇതൊരു ഫെയിൽഡ് ലോ ഇത്. അതെ അതെ അതെ. അപ്പൊ ഇവിടെ നിന്നാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. എനിക്ക് ഇതിൽ നിന്നാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രേഡ് ഇതാണ് SL വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ കാരണം ഫസ്റ്റ് ട്രേഡിന്റെ ഒരു 0.01 നടന്നു പറഞ്ഞത് ഇതിലാണ് എക്സിറ്റ് ചെയ്ത് മാറിയത് $9. മറ്റേത് ഈ ഹൈലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആസ് യൂഷ്വൽ പ്രീവിയസ് സ്ട്രക്ചർ ടാർഗറ്റ്. അതന്നെ ഹൈ ടാർഗറ്റ് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഇതിന്റെ അതിൽ സെല്ലാം നോക്കിയിട്ടായിരുന്നു. മെയിൻലി സെല്ലാം നോക്കിയത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ഫിബ് സോൺ. അതിന്റെ എൻട്രി പോയിന്റ് പറയട്ടെ സാറിന്. എൻട്രി പോയിന്റ് പറഞ്ഞുതരാം. എൻട്രി പോയിന്റ് പറയണത് അതായത് മോളിൽ നിന്ന് താഴത്തേക്ക് വന്നതിന്റെ ഫിബ് 78 പ്ലാൻ ചെയ്തത്. എൻട്രി വന്ന് 4218 മേലെ അല്ലേ? 17 മേലെ 24 അതിന്റെ സെല്ല് വന്നിരിക്കുന്നത്, അതിന്റെ എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ. 24. അപ്പൊ അത് ജസ്റ്റ് 15 മിനിറ്റ് ആകുമ്പോ ഫിബ് 78 മാത്രം ബേസ് ചെയ്തുള്ള ട്രേഡ് ആണോ? വേറെ ഒന്നുമില്ല ഇതിലാണ് മാത്രം. 78 അതുപോലെ തന്നെ ഈ 50 മിനിറ്റ്സിൽ 3 ക്യാൻഡിൽ കിട്ടിയ പിന്നെയാണ് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അത് 1 മിനിറ്റിൽ MSS നോക്കിയിട്ടാണോ എടുക്കണേ? ചുമ്മാ അവിടെ നിന്ന് റെഡ് ആയപ്പോഴേക്കും എടുത്തു. കാരണം നല്ലൊരു ലെവലാണല്ലോ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് മൂവ് ചെയ്തു. ഇവിടെ അടുത്തത് എനിക്ക് ചെറിയ SL ഉള്ളൂ. ഇവിടെ അടുത്ത് എനിക്ക് ഇതാണ് SL. ഫസ്റ്റ് ട്രേഡുകൾ ഒന്ന് മാർക്ക് ചെയ്തിടാവും. ഒരു പൊസിഷൻ സൈസിങ് ടൂൾ എടുത്തിട്ടേ ഫസ്റ്റ് ട്രേഡ് അപ്രോക്സിമേറ്റ് ഇവിടെ അത് സ്ലിം ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. വിട്ട് കുറച്ചിട്ടെ, ഭയങ്കര വിട്ട് കുറച്ചിട്ട്. വിട്ട് കുറച്ചോ? അല്ല, ഓപ്പോസിറ്റ് അല്ല, വിട്ട് ഉണ്ടല്ലോ. ഭയങ്കര വിട്ടിലല്ല നിൽക്കണം. വിട്ട് ആ പൊസിഷൻ സൈസിങ് ടൂളിന്റെ ലോങ് പൊസിഷൻ സൈസിങ് ടൂളിന്റെ വിട്ട് തന്നെ. അപ്പൊ അതില് മൊത്തം ട്രേഡുകൾ അങ്ങനെ ഇട്ട് പോകാലോ. സെക്കൻഡ് ട്രേഡ് ഇതായിരുന്നു. ഇവിടുന്ന് ഇതാണ് SL നടന്നത്. ഓക്കെ, ഫിബ് 78 ട്രേഡ്. അതിന്റെ TP ഇതായിരുന്നു. TPന്റെ ഫുൾ TP ഇതാണ് TP നടന്നത്. ഓക്കെ, അതായത് ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് വീണ്ടും മുകളിലേക്ക് പോയാലോ വെച്ചിട്ട്. അതുപോലെ തന്നെ അതില് മാർക്കറ്റിൽ അതില് ഒന്ന് സ്ലിം ആക്കിട്ടോ. ഇതില് പറഞ്ഞ പോലെ തന്നെ ഇതില് ലോട്ടറീസ് കൂടുതലായിരുന്നു എനിക്ക്. എത്രയായിരുന്നു? എനിക്കിതില് 2 നടന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പോയ റീടെസ്റ്റ് ഇല്ലേ, ഇതിലെനിക്ക് ഇതിലത്തെ ട്രേഡിന്റെ പ്രോഫിറ്റ് ഇതൊന്ന് ബുക്ക് ചെയ്ത് മാറിയിട്ടേ
അത് കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് ഔട്ടില്ലേ, ഈ വന്നതിന്റെ ഫിബ് സോണില്ലേ, ഈ വന്നതിന്റെ ഫിബ് സോണ് അതിലെനിക്ക് ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് ഒരു പൊസിഷൻ എടുത്തിട്ട് വീണ്ടും കറക്ഷൻ വന്നപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. യെസ്. ഓക്കെ ഓക്കെ. അത് മറ്റൊന്ന് വരച്ചിട്ടോ, ഒന്ന് സ്ലിം ആക്കിയിട്ടേ. അപ്പൊ സെക്കൻഡ് ട്രേഡ് പിന്നെ വീണ്ടും തേർഡ് ട്രേഡ് അവിടെ തന്നെ. ഇതില് സെക്കൻഡ് ട്രേഡ് ഇവിടുന്ന് ഇതിനാണ് സെക്കൻഡ് ട്രേഡ് ഉണ്ടായിരുന്നു. തേർഡ് ട്രേഡ് മൂന്നാമത്തെ തേർഡ് ട്രേഡ് അതിന്റെ ടീം അത് 5 ലോട്ട് ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ടി പിയും താഴ്ത്തി വെക്കോ? സെക്കൻഡ് ട്രേഡിന്റെ ടി പിയും താഴെയല്ലായിരുന്നേ? അല്ലല്ല, ഇതിലാണ്. അത്രേ ഉള്ളൂ? അല്ല, അത് ഫുൾ തന്നെ. ഓക്കെ ഓക്കെ. പക്ഷെ അത് ഞാൻ ഇതിലേക്ക് റേഡിയാൻ അത് ഞാൻ പ്ലാൻ ചെയ്തത് ഇതിലേക്ക് റേഡിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു കയറിയപ്പോ ഇവിടെ നിന്നൊക്കെ വെച്ച് എക്സിറ്റ് ആക്കിങ്ങനെ. അത് ഇത് കറക്റ്റ് കണ്ടോ എനിക്ക് ഇവിടെ കണ്ടോ, ഇതിലെ ടി പി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ ടി പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് റിവേഴ്സലായി പോയി, എന്നിട്ട് വീണ്ടും വന്നിട്ടാണ് ടി പി അടിച്ചിരിക്കുന്നത്. ഇതാണ് ട്രേഡ് നടന്നത്. പിന്നെ അടുത്ത ഇനിയിപ്പോ കറന്റ് പോസ്റ്റ് മണ്ടേലേക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണ്? ഈ 3 ട്രേഡ് ഇതാണ് 3 ട്രേഡിന്റെ റീസൺസ്. അടുത്ത ട്രേഡ് പൊസിഷൻസ് ഉണ്ട്, അതിന്റെ റീസൺ പറയട്ടെ. ഇത് കളഞ്ഞിട്ട് പറഞ്ഞോ അതോ പുതിയ പറഞ്ഞോ? ഇത് 30 മിനിറ്റ്സില് 50 മിനിറ്റ്സില് ഇത് പാരലൽ ഹൈസ് ആണിത് അല്ലെ? ഇതൊരു പാരലൽ ഹൈ ആണ് അല്ലെ? ഇതൊരു പോയിന്റ് അല്ലെ? ഇതിന്റെ മുകളില് ലിക്വിഡിറ്റീസ് ഉണ്ടാവും. ഷുവർ അല്ലേ? ഇതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഇത് 2 എടുത്തിട്ടുണ്ടാവും. സ്റ്റോപ്പ് ഇവിടുന്ന് വീണ്ടും എടുത്തിട്ടുണ്ട്. പക്ഷെ അതില് ഇനിയിപ്പോ അടുത്ത മണ്ടേക്ക് എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ എക്സിറ്റ് മാറി, കാരണം മണ്ടേ എന്തായാലും അവസ്ഥ അറിയത്തില്ലോ. പിന്നെ അടുത്ത മണ്ടേ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ലെവല് കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും കയറി ഇതിൽ റീടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എടുക്കും. കാരണം ഇവിടെ മാർക്കറ്റ് ചെറിയൊരു രീതിയിൽ വീണ്ടും അതിന്റെ ഫിബ് 78 OT വീണ്ടും അടുത്ത ട്രേഡ് ഇവിടെ OB ഉണ്ട്, ബെയറിഷ് OB ഉണ്ട്. ഈ സോൺ വീണ്ടും ട്രേഡ്സ് എടുക്കും. അതിന്റെ ട്രേഡ് താഴെ ഇരിക്കില്ലേ? അത്രേ ഉള്ളൂ. അല്ല ഇനിയിപ്പോ ഓൾറെഡി ഇവിടെ വന്ന കാരണം കൊണ്ട് ഇനി താഴത്തേക്ക് പോണ്ടേ? ഇതിന് ഈ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ്, ഈ ലെവലിലേക്ക് മെയിൻ ടാർഗറ്റിലേക്ക്. പക്ഷേ അത് ഞാൻ പറയാതിരുന്ന, ഞാൻ അതാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തുണ്ട് 3 ക്വസ്റ്റ്യൻസ് 5 എടുത്ത് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ. കാരണം 12 ഒരു $50 ലെസ് വെക്കുന്നുള്ളൂ. അനാലിസിസ് എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ ഇനി ഇവിടുന്ന് ആക്ച്വലി താഴ്ത്തുനിന്ന് മുകളിലേക്കാണ് വലിയ ട്രേഡ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഭാവിയിൽ. യെസ്. ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ ആ ട്രേഡ് പിന്നെ എടുത്ത ട്രേഡ്സിന്റെ എന്റെ TP എന്ന് പറയുന്നത് ഇതാണ്. കാരണം അല്ലെങ്കിൽ ഒന്നും വേണ്ട. അതായത് ശരിക്കും പറഞ്ഞാ എല്ലാ ഡയറക്ഷനിലേക്കും ട്രേഡ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, കൗണ്ടർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അന്നെന്തോ വാശിപ്പുറത്തല്ല, ജസ്റ്റ് എന്തോ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ചാർട്ടിന് പക്കയായിട്ട് മൂവ്മെന്റ് കിട്ടിയപ്പോ എടുത്താണ്. പിന്നെ ഒരു ഇത് ലൈവിൽ കൊടുത്ത ട്രേഡാ. ഈ ലൈവ് ട്രേഡിൽ എത്ര ലോസ് വന്നിട്ടുണ്ടാവും മൊത്തം ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയാല്? ഈ $50 $380 ആക്കിയാൽ എത്ര ലോസ് വന്നിട്ടുണ്ടാവും മൊത്തത്തില്? ഈ 50 ഇതാക്കിയില്ലേ, അതിലേക്ക് ആ $20 അടിച്ചിട്ടുള്ളൂ. അതായത് ഈ 50 380 എത്ര വഴിക്ക് ഒരു $20 SL അടിച്ചുള്ളൂ. അതെ, ലോസ് ഉള്ളൂ, ഒറ്റ ലോസ് മാത്രമേ ഉള്ളൂ. എത്ര ഗെയിൻ ഉണ്ട് മൊത്തത്തില്? ഗെയിൻ റേറ്റ്സ് 1 2 3 4 5 6 6 ട്രേഡ് ഗെയിൻ ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് നമുക്കൊന്ന് അൽപ്പാരി തുറന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റില്ല, മറ്റേ വെബിലെ അൽപ്പാരി. ഇതിൽ അൽപ്പാരി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്ത് നമ്മളെ നോക്കിയതല്ലേ? അല്ല, അൽപ്പാരി നമ്മള് പിന്നെ ഇതിൽ നോക്കി എക്വിറ്റി കർവ് കാണാൻ പറ്റില്ല എന്നല്ലോ. ജസ്റ്റ് അൽപ്പാരിയില് എന്താ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് വെബില്? അയച്ചുണ്ടോ വല്ലതും? ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓ റൈറ്റ്. മനസ്സിലായി. ഓക്കെ, ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓക്കെ അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് ഇവിടെ ഈ സോണിൽ എത്തിയാലും ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒരു ബൈ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ടി പി വെക്കാം. ഈ ടി പി 100 പോയിന്റ്സ് എന്തായാലും ടി പി വെക്കാൻ പറ്റും. ആ ഹാ ഹാ ഹാ. ചിലപ്പോൾ ഇവിടുന്ന് പ്രീവിയസ് ആയി ഇത് ലെവല്. ആ ആ ആ ആ ആ. ഓക്കെ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ലിക്വിഡിറ്റി ഹണ്ട് ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഹണ്ട് യാ പ്ലസ് MSS ഉണ്ടായിരുന്നോ? MSS ഉണ്ടല്ലോ അവിടെ? ഇല്ല, ലിക്വിഡിറ്റി ഹണ്ട് കയറി. ഇതിലാണ് ഞാൻ പറയാം. ഇത് കണ്ടോ, ആ ആ ഇതിലാണ് തന്നെ ഫസ്റ്റ് ട്രേഡ് നടന്നത് ഇതില്. ആ. അപ്പോൾ ഫിബ് 61 ഓർഡർ ഇട്ട് എടുത്തേക്കണേ. ഇത് ഫസ്റ്റ് ട്രേഡ് എടുത്തിരുന്നു. ഇത് വെറും ലിക്വിഡിറ്റി ഹണ്ട് മാത്രമേ ഉള്ളൂ. ആ, രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കണ്ട് കയറിയിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണോ എടുത്തത്? അത് ലിക്വിഡിറ്റി ഹണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ? ഇതിലാണ് 2 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ആ, തിരിച്ചിറങ്ങിയപ്പോ ഓക്കെ. ആ ലിക്വിഡിറ്റി കണ്ട് കഴിഞ്ഞ് കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് പറയാം ലിക്വിഡിറ്റി കണ്ട് കഴിഞ്ഞിട്ടുള്ള പുൾ ബാക്കിൽ. ഓക്കെ ഓക്കെ. എന്നാലും അത്ര റിസ്ക് റിവാർഡ് കിട്ടുള്ളൂ അല്ലേ? രണ്ടാമത്തെ ട്രേഡ് ഫിബില് റിവേഴ്സ് ചെയ്തപ്പോ, ഫിബ് 78 റിവേഴ്സ് ചെയ്തപ്പോ എടുത്തു അല്ലേ? അല്ല, റിവേഴ്സ് വന്നപ്പോ അവിടെ വന്നിട്ട് മാർക്കറ്റ് ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽസിന് പോലും ഒരു സ്ട്രെങ്ത്തിൽ ക്യാൻഡിൽസ് ആണ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ പോയത് ഇവിടെ ഡെയിലി 15 മിനിറ്റിന്റെ ബയാസ് ബ്രേക്ക് ചെയ്യുന്നില്ല മേലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതിന്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറി ഇപ്പൊ അടുത്ത ട്രേഡ് എടുത്തു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ 3 ട്രേഡുകളുള്ളൂ? അത് വേറെ 5-6 പ്രോഫിറ്റ് എന്ന് പറയുന്നത് പൊസിഷൻ ബിൽഡിംഗ് അടക്കാണോ? അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ അടുത്ത മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഓപ്റ്റിമം ട്രേഡിംഗ് സോണിൽ നിന്നാണ് പ്ലാൻ ചെയ്തത് അല്ലേ? ഓക്കെ ഓക്കെ. ഞാനിത് നിക്സൺ അയക്കാം, മണികണ്ഠനും പറ്റി അയക്കാം. മണികണ്ഠൻ രക്ഷപ്പെടത്തെ. അവന് കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ICT സ്ട്രാറ്റജി ഒരു ഓവർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് വെച്ച് FTMO ചെയ്താൽ കൊള്ളാമെന്നുണ്ട് 10 രൂപ ഇട്ട്. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇത് ഇത്രയും ഡബിൾ 50 to 380 എന്ന് പറയുമ്പോഴേ 50 to 380 എത്ര ശതമാനമാണ്? എത്ര ഇരട്ടിയാ? 7 or 8 അല്ലേ? $380 ഇപ്പൊ നിൽക്കണത്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ എന്തായാലും റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യാം. ഇവന്മാർക്ക് 2 പേർക്ക് അയക്കാം. എന്നിട്ട് എന്താണ് അഭിപ്രായം എന്നറിയട്ടെ. നിക്സൺ എന്തായാലും പിന്നെ അതിന് മാറൂല. കാരണം നിക്സണിൽ ഞാൻ പറയാറുണ്ട് ICT വെച്ചിട്ട് ഹൈ റിസ്ക് റിവാർഡ് ട്രേഡിലേക്ക് കടക്കാനേ. പക്ഷെ ഒരു നിലയ്ക്ക് ഇത് തന്നെ കുറെ നാൾ ചെയ്യണത് നല്ലത്. അപ്പൊ ഒരു സ്ഥിരതയാവും അല്ലെ? ഇതിലേക്ക് കടക്കുമ്പോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കടന്നാലും മതി. ഒരേ സിസ്റ്റം തന്നെ ചെയ്തേ മനസ്സിനൊരു സ്ഥിരത കിട്ടും. അപ്പൊ പിന്നെ ഇതിലേക്ക് കടന്നാൽ വളരെ എളുപ്പം വിജയിക്കാം. ഇപ്പൊ ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കൂടി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഞാൻ എന്തായാലും റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.